ഗുഡ് മോർണിംഗ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞങ്ങൾ ഒരു യാത്രയില്ല, 2 ദിവസം എറണാകുളത്തായിരുന്നു. അവിടെ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പം കാറിൽ ഇരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത്, നമ്മളിത് കർത്താവിൽ നിന്നും റിസീവ് ചെയ്യുക. നമ്മളെ കൊണ്ടിത് ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ആത്മീയമായിട്ട് നമുക്കൊരു പങ്കും അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് കൊണ്ട്, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഒന്നും സാധിക്കത്തില്ല. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്ന ഒരു തോട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനും ഡിറ്റായും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എക്സാമിൽ മാർക്ക് വളരെ കുറവാണ്. എനിക്കൊരു ബിലോ 10 ആണ് എൻ്റെ മാർക്സും. ഡിറ്റയ്ക്ക് എല്ലാം എബോവ് 90% കിട്ടുന്നതെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും നമുക്കറിയാം, ഞാൻ തോറ്റു പോവും, ഡിറ്റ നല്ല മാർക്കോടുകൂടി പാസ്സാവും. അപ്പോൾ എനിക്ക് ബിലോ 10ഉം 10ൽ താഴെയും, ഡിറ്റയ്ക്ക് 90ന് മുകളിലും മാർക്സ് കിട്ടുന്നു. പെട്ടെന്ന് മാനേജ്മെൻറ്റ് ഒരു തീരുമാനം എടുക്കുക, ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും 100% കൊടുക്കുക. 90 കിട്ടിയവർക്കും ബിലോ 10 കിട്ടിയ എനിക്കും എല്ലാം 100% ആക്കാനായിട്ട് ടീച്ചേഴ്സിന് നിർദ്ദേശം കൊടുക്കുക, എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ എൻ്റെ ചോദ്യം എനിക്ക് തന്ന ചിന്ത, ഇനി എന്നെപ്പോലെ സന്തോഷമുള്ളൊരു മനുഷ്യൻ വേറെ കാണുമോ? കാരണം എന്നെ സംബന്ധിച്ചുള്ള ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ബിലോ 10 കിട്ടിയിരുന്ന എനിക്ക് 100% കണക്കാക്കുക. ഇതിനെക്കുറിച്ചാണ് ദാവീദ് പറയുന്ന കാര്യമുണ്ട്. ലംഘനം ക്ഷമിച്ചും അകൃത്യം മോചിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ, പാപികളായിട്ടുള്ള ഒരു ഗുണവും പറയാനില്ലാത്ത, ഒരു സെൽഫ് റൈച്ചസ്നെസ്സിനെ കുറിച്ചും അവകാശപ്പെടാനില്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ളവർ. അതേസമയം ഡിറ്റയുടെ കാര്യമോ, ഡിറ്റയ്ക്ക് എബോവ് 90%. ഡിറ്റ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തതാണ്. ഡിറ്റയ്ക്ക് 100% കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ എബോവ് 90 കിട്ടിയ 90 മുകളിൽ കിട്ടിയ ഡിറ്റയ്ക്ക് 100% മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. പക്ഷേ ഈ ബിലോ 10 കിട്ടിയ 10 താഴെ കിട്ടിയ എനിക്കും ഡിറ്റയ്ക്ക് ഒരുപോലെ വരുന്നു പറയുമ്പോൾ ഈ പ്രശ്നം പറ്റുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഉഴപ്പി കിടന്നു. എനിക്ക് 100%. ഇവിടെ രാത്രി ഉറങ്ങാതെ മാസങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച എനിക്ക് 90% അല്ലെങ്കിൽ 90% എബോവ് ഞാൻ സ്വന്തം കഴിവുകൊണ്ട്, ബുദ്ധി കൊണ്ട് ഞാൻ അധ്വാനിച്ചെടുത്ത എനിക്കും ആ പുള്ളിക്ക് എങ്ങനെ ഒരുപോലെ പറ്റുന്നത്? ഇത് തന്നെയായിരുന്നു യഹൂദരുടെയും ചിന്ത. യഹൂദര്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വിശ്വാസം മാത്രം പോരാ, ന്യായപ്രമാണം കൂടെ അനുസരിക്കണം എന്ന് യഹൂദ ക്രിസ്ത്യൻസ് വാദിക്കാൻ കാര്യം, അവർക്ക് ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ സംബന്ധിച്ചുള്ള, അവർ കിടന്ന് ന്യായപ്രമാണത്തിൽ കിടന്ന് ഒത്തിരി അധ്വാനിച്ചതാണ്, ഒത്തിരി പരിശ്രമിച്ചതാണ്. അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞത്, നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും പറ്റാത്തൊരു കാര്യം എങ്ങനെ ഇവർക്ക് കൊടുക്കുന്നത് സൗജന്യമായിട്ട്? പക്ഷെ കർത്താവിൻ്റെ നീതി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും, വിശ്വസിക്കുന്ന എല്ലാവർക്കും. ഞാൻ ഒരിക്കൽ പറയുന്നത്, ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിറ്റ ഇപ്പോൾ 9 കാര്യങ്ങളും അനുസരിക്കുക, 9 കൽപ്പനകളും അനുസരിച്ചു. ഞാൻ ഒന്നും അനുസരിച്ചില്ലെന്ന് വിചാരിക്കുക, അല്ല ഞാൻ 1 അനുസരിച്ചോളെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ മനുഷ്യൻ്റെ കണക്കിൽ ഡിറ്റയ്ക്ക് 9 ഔട്ട് ഓഫ് 10ഉം എനിക്ക് 1 ഔട്ട് ഓഫ് 10ഉം. 10ൽ 9 മാർക്ക് ഡിറ്റയ്ക്കും, 10ൽ 1 മാർക്ക് ആയിരിക്കും. അതാണ് നമ്മുടെ കണക്ക്. പക്ഷേ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ എങ്ങനെയാണെന്നറിയാം, ന്യായപ്രമാണം അനുസരിക്കുന്നവർക്കുള്ള മാർക്ക് എങ്ങനെയാണെന്നറിയാമോ? എനിക്കും 0, 9 കാര്യം അനുസരിച്ച് ഡിറ്റയ്ക്കും 0. ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, സ്വന്തം പരിശ്രമം കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ കർത്താവ് മാർക്ക് ഇടുകയാണെങ്കിൽ, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ അനുസരിച്ച് മാർക്ക് ഇടുകയാണെങ്കിൽ, ഡിറ്റയ്ക്കും 0, എനിക്കും 0. അപ്പോൾ എനിക്ക് വിഷമിക്കാനുണ്ടോ? ഞാൻ മുമ്പേ ചോദിച്ചായിരുന്നു, എനിക്ക് 10 താഴെ കിട്ടിയ എനിക്ക് 100% കിട്ടിയപ്പോൾ എൻ്റെ സന്തോഷം ഭയങ്കരമാണ്. ഈ ഒരു കാര്യത്തിന് മാത്രം പാസ്സായി എനിക്ക് 0 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വല്ല വിഷമിക്കാനുണ്ടോ? അതേസമയം ഡിറ്റയുടെ വിഷമോ, 9 കാര്യം ഞാൻ ചെയ്തു.
അതാ പൗലോസ് പറയുന്നത്, ഞാൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് ഒന്നിലൊഴികെ. മോഹിക്കൽ എന്നുള്ള പുള്ളിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. പക്ഷേ 0. അതുകൊണ്ടാണ് കർത്താവ് വെച്ചത്, വിശ്വസിക്കുന്ന എല്ലാവർക്കും 100%, ഒരു പ്രവൃത്തിയും കൊണ്ടല്ല. പ്രവർത്തിച്ചാൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കും 0 കിട്ടും, ഡിറ്റായിക്കും 0 കിട്ടും. 9 കാര്യം ചെയ്താൽ 9 കാര്യം അനുസരിച്ച് ഡിറ്റായിക്കും 0, ഒരു കാര്യം മാത്രം അനുസരിച്ച് എനിക്കും 0. അപ്പം അങ്ങനെയാണെങ്കിൽ ആർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ നിത്യജീവനിലോട്ട് പ്രവേശിക്കാൻ പറ്റും? ഒരു മനുഷ്യൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ കർത്താവിനെ മാറ്റി, നിൻ്റെ ഒരു പ്രവൃത്തി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ അംഗീകാരം, എൻ്റെ നീതി നിങ്ങളിലേക്ക് വരും, നിൻ്റെ ഒരു പ്രവൃത്തിയും വേണ്ട, നീ വിശ്വസിച്ചാൽ മതി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുക, എനിക്ക് വേണ്ടിയാണ് മരിച്ചെന്ന് വിശ്വസിക്കുക. ഞാൻ നിന്നെ 100% റൈച്ചസ് ആക്കാം, 100% മാർക്ക് തരാം, 100ൽ 100 മാർക്ക് തരാം. എന്നാൽ അതിനുശേഷം നിൻ്റെ അകത്തെ മാറ്റം വന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ നിനക്ക് തന്നു, ഇനി നിൻ്റെ ഉള്ളിൽ നിന്നും സൽപ്രവൃത്തികൾ പുറപ്പെടണം. പുറപ്പെട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ അങ്ങ് കത്തിച്ച് കളയുന്നല്ല, നിൻ്റെ മാനസാന്തരം ശരിയായിട്ട് നടന്നിട്ടില്ല, നിൻ്റെ വീണ്ടും ജനനം നടന്നിട്ടില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നേച്ചർ മാറും, ഓട്ടോമാറ്റിക്കലി മാറും. മാറാതെ പറ്റത്തില്ല. കാരണം നമ്മുടെ അകത്ത് എൻജിൻ മാറി, നമ്മുടെ ആ എന്താ പറയുക, അകത്തുണ്ടായിരുന്ന ആ പവറിൻ്റെ സോഴ്സ് ഓഫ് പവർ മാറി. ഇതൊന്ന് തിരിച്ചറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്രിസ്ത്യൻ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ.